നമസ്കാരം, എല്ലാവർക്കും tech and ക്രാഫ്റ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു 3 ചിരട്ടയും ഒരു മരത്തിൻ്റെ കമ്പും വെച്ച് ഒരു അടിപൊളി ടേബിൾ ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് അതിന് ആ ചിരട്ടയുടെ ബാക്ക് സൈഡ്, അതായത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ, ഞാൻ ഈ വെല്ലുകൊണ്ട് കാണിക്കുന്ന പോലെ തന്നെ അവിടെയെല്ലാം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു വലിയ ചിരട്ടയുടെ മുകളിൽ ഒരു വേറൊരു ചിരട്ട വെക്കുക, അതിൻ്റെ മുകളിൽ അതിലും ചെറിയ ചിരട്ട വെക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതൊരു ബൾബ് ഇടുന്ന ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ആ ചിരട്ടയുടെ മുകളെല്ലാം നല്ല രീതിയിൽ ആക്സോ ഫ്രെയിം വെച്ച് കട്ട് ചെയ്തെടുക്കണം. കൈയൊക്കെ വളരെയധികം സൂക്ഷിച്ച് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞത് കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ നാരെല്ലാം ചിരണ്ടി കളയണം, പിന്നെ പേപ്പർ പിടിക്കണം. അങ്ങനെ ഒരുപാട് വർക്കുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ആ ഹോൾഡർ ഒന്ന് വെച്ച് നോക്കുവാണ്. അത് ഇപ്പോൾ കറക്റ്റാണ്, കുഴപ്പമില്ല. കണ്ടോ, ഇതുപോലെ നമുക്കത് വളരെയധികം നല്ല കറക്റ്റായിട്ട് ആ രീതിയിൽ കട്ട് ചെയ്ത് കിട്ടണം. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആ നാരും കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചിരണ്ടി കളയാം. ആ ചിരണ്ടി കളയുമ്പോൾ നമ്മൾ പിച്ചാത്തി കത്തിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളെ കൈയൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് കാര്യം പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നൊരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പം നമ്മളത് രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇത് പേപ്പർ പിടിക്കുക. ഞാനൊരു ക്ലോത്ത് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ചിരട്ടയ്ക്ക് ഇതൊക്കെ പേപ്പർ പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ക്ലോത്ത് പേപ്പറാണ്. ഇനിയിപ്പോൾ നമ്മൾ 100-ൻ്റെ 80-യുടെ ഒരു പേപ്പർ ഇട്ട്, ക്ലോത്ത് പേപ്പർ ഇട്ട് നല്ല ഇത് പിടിക്കണം. പേപ്പർ പിടിച്ച് നല്ല ഉരസി അതിൻ്റെ നല്ല സ്മൂത്താക്കി എടുക്കണം. കാരണം നമ്മൾ ഇതിലിട്ട് സ്ലീക്ക് എന്ന് പറഞ്ഞ സാധനം അടിക്കുന്നത്. ഇനി നമുക്ക് ആ 2 ചിരട്ടയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ, ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ 3ാമത്തെ ചിരട്ടയെ നമ്മൾ കട്ട് ചെയ്ത് പേപ്പറൊക്കെ പിടിച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുന്ന ഇതൊന്നും കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഈ റൗണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കട്ട് ചെയ്തെടുത്ത് പേപ്പർ പിടിച്ച് കണ്ടോ, ഇതുപോലെ തന്നെ ആ 3 ചിരട്ടയും സെയിം ഒരേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് പേപ്പർ പിടിച്ച് നല്ല സ്മൂത്താക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ 3 ചിരട്ടയും ഞാൻ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ആംഗിളിലാണ് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ ഇനി അത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കമ്പ്. ഇനിയിപ്പോൾ ഈ കമ്പിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഈ ഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക, ഈ ഭാഗം കട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നമ്മൾ ബേസ്മെൻ്റ് ആയിട്ട് വരുന്നത് ഈ ഭാഗമാണ്. ഇവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് മെഷീൻ വെച്ചാണ് പേപ്പർ പിടിക്കുന്നത്. അതല്ലാതെ നമ്മൾ കൈ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് മെഷീൻ വെച്ച് നമ്മളത് പേപ്പർ പിടിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൈ ഇഞ്ചുറി ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പേപ്പറൊക്കെ പിടിച്ച് മെഷീനിലൊക്കെ പിടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ 100-ൻ്റെ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് അത് നല്ലപോലെ സ്മൂത്താക്കണം. കാരണം നമ്മൾ ഇതാണ് ആ പേപ്പർ. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഈ ക്ലോത്ത് പേപ്പർ വെച്ച് അത് നല്ല ഉരച്ച് അത് നല്ല അത്യാവശ്യം നല്ല സ്മൂത്താക്കി എടുക്കണം. എങ്കിലേ ഉള്ളൂ നമ്മൾ ആ സ്ലീക്ക് ഇതിലോട്ട് അടിക്കുമ്പോൾ ആ ഒരു തടിയുടെ ഒരു ഫിനിഷിങ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മളിത് പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല, ജസ്റ്റ് ഈ കമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്കത് കാണണം. എങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇതുപോലെ തന്നെ നല്ല പേപ്പർ പിടിച്ച് നല്ല സ്മൂത്താക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ സ്ലീക്ക് അടിച്ചു കൊടുക്കും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. ഈ ഫ്ലെക്സ് ക്യൂക്ക് ഈ പശ വെച്ചാണ് നമ്മൾ ഈ ചിരട്ട ഒന്ന് ഒട്ടിച്ച് വെക്കുന്നത്. അതുകൂടാതെ തന്നെ അത് മാത്രം വെച്ച് ഒട്ടിച്ചാൽ നിൽക്കുകയല്ല, പിന്നെ നമ്മൾ ഫെവിക്കോളും കാര്യങ്ങളെല്ലാം പിന്നെ നമ്മൾ യൂസ് ചെയ്താണ് അത് ശരിക്കും ഒട്ടിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് എങ്ങനെയാണ് അത് ഒട്ടിച്ച് വെക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഇതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് അത് ഒട്ടിച്ച് വെക്കേണ്ടത്. കണ്ടോ, നമ്മൾ ഫെവിക്കോളൊക്കെ വേറെ ഒരുപാട് തേച്ചിട്ടുണ്ട് അത് ഒട്ടാനായിട്ട്. ഫ്ലെക്സ് ക്യൂക്ക് മാത്രം വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ഒട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ആ സമയത്ത് ബാക്കി നമുക്ക് തടിയുടെ വർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ലീക്ക്. ഇൻറ്റീരിയർ ടോപ്പ് കോട്ടാണിത്. കാരണം നമ്മളിത് ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചിടുക. അപ്പം നല്ല ഫിനിഷിംഗ് ആയിരിക്കും, നല്ല എന്താ പറയുക, നല്ല കാണാൻ നല്ല സ്റ്റൈലായിരിക്കും. അതിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബ്രഷിന് മുക്കി നല്ല അടിപൊളിയായിട്ട് കണ്ടോ ആ മരത്തിൻ്റെ കമ്പയിലോട്ട് അടിച്ച് അതിൻ്റെ തിളക്കം കണ്ടോ, നല്ല തിളക്കമായിരിക്കും. ഇനി നമുക്കൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കണം. ബേസ്മെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മൾട്ടിവുഡിൻ്റെ ഒരു പീസ് എടുത്തേക്കണം. അത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് സ്ക്വയർ ആക്കി ഒരു അടിപൊളി ഒരു ബോക്സ് ഉണ്ടാക്കണം. എന്നിട്ട് അതിലാണ് നമ്മൾ ഇത് ഉറപ്പിച്ച് വെക്കുന്നത്. ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച്. ഈ സ്വിച്ച് നമ്മൾ ഈ ബോക്സിൽ അവിടെ ആയിട്ട്, ഇപ്പോൾ ഞാൻ ഈ വെക്കുന്ന പോലെ തന്നെ അവിടെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ജസ്റ്റ് ഒരു സ്വിച്ച് വെക്കാനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ സ്വിച്ച് ഇറക്കി വെച്ച്
അതിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ബേസ്മെൻറ്റിൽ ഒരു കളർ കൊടുക്കാം. അതിനിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇൻഡിഗോയുടെ മെറ്റാലിക് സിൽവറാണ്. ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാം. ആ സിൽവർ കളർ അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിളക്കമാണ്, നല്ല രസമാണ് കാണാൻ. ഇനി നമുക്കതൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിരട്ട, നമ്മൾ ഒട്ടിക്കാൻ വെച്ചിരുന്ന ചിരട്ട ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിന് സ്ലീക്ക് അടിച്ചു കൊടുക്കാൻ പോവാണ്. ആ സ്ലീക്ക് അടിക്കുമ്പോൾ തന്നെ എന്താ തിളക്കമെന്നറിയാം. ഈ ചിരട്ടയിൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്ലീക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഭംഗിയാണ് ആ ചിരട്ട കാണാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ആ സ്ലീക്ക് നല്ല രീതിയിൽ ആ ചിരട്ടയിൽ നമ്മൾ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിരട്ടയ്ക്കകത്ത് നമ്മൾ ആദ്യം അടിച്ച ആ മെറ്റാലിക് സിൽവർ അത് നമ്മൾ ആ ചിരട്ടയ്ക്കകത്ത് അടിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മളതിൽ ബൾബിട്ട് ആ ബൾബ് ഓണാകുമ്പോൾ ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു പ്രകാശം കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ആ ചിരട്ടയ്ക്കകത്ത് ഈ സിൽവർ അടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. നാളത്തേക്കാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നല്ല സ്റ്റൈലാണ്. ഈ ചിരട്ടയിൽ ഈ സ്ലീക്ക് അടിച്ച് കഴിയുമ്പോൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത് നമ്മുടെ ഹോൾഡർ, ബാക്കി സ്വിച്ച് കാര്യങ്ങളെല്ലാമാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ആ തടി കമ്പ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിരട്ട കണ്ടോ, ചിരട്ട നല്ല തിളക്കമാണ്, നല്ല സ്റ്റൈലായിട്ടുണ്ട്. അകത്തടിച്ച ആ ഒരു സിൽവറും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബേസ്മെൻറ്റിലേക്ക് ആ ഒരു കമ്പ് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ്. അതിനൊരു 1.5 ഇഞ്ചിൻ്റെ ഒരു 2 സ്ക്രൂ വെച്ചാൽ മതി. കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ അതങ്ങ് സ്ക്രൂ ചെയ്ത് നല്ല ടൈറ്റാക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ കറക്റ്റായി. ഇനിയിപ്പോൾ നമ്മൾ അത് കറക്റ്റ് ലെവലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. അതിൽ ആ നീണ്ടു നിൽക്കുന്ന താഴോട്ട് നിൽക്കുന്ന ആ ഒരു കമ്പുണ്ടല്ലോ, അതിലാണ് നമ്മൾ ചിരട്ട സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനാദ്യം തന്നെ നമ്മുടെ ആ ചിരട്ടയ്ക്ക് ഒരു സ്ക്രൂ ചെയ്യാൻ പാകത്തിനുള്ളൊരു ഹോള് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചാണ് ഞാൻ ചെയ്തത്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, കാരണം ഈ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. കണ്ടോ, ഇതേപോലെ നല്ലപോലെ സ്ക്രൂ ചെയ്ത് ഒരു സ്ക്രൂ വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയൊക്കെ ചെയ്യാം. അതിനുവേണ്ടി ജസ്റ്റ് ഒരു സ്ക്രൂ വെച്ചാൽ മതി. ഇപ്പോൾ നല്ലപോലെ അത് ഉറച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ വർക്ക്. ഇനി നമ്മൾ ആ ചിരട്ടയ്ക്കകത്തോട്ട് നമ്മുടെ ഹോൾഡർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കേബിൾ 1.5ൻ്റെ കേബിളാണ്. 1ൻ്റെ കേബിളാണെങ്കിലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കേബിൾ ഇതായത് കാരണം ഞാനത് ജസ്റ്റ് ചെയ്യുകയാണ്. അതിന് ശേഷം നമ്മൾ ആ കേബിൾ ആ മരത്തിൻ്റെ പുറകിലൂടെ ബാക്കിലൂടെ നമ്മൾ പ്ലസ് ക്യൂക്ക് വെച്ച് അത് ജസ്റ്റ് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കും. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആ കേബിൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലക്സ് ക്യൂക്ക് വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ബാക്കിലൂടെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് വളരെ സേഫായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതിൻ്റെ കേബിൾ കണ്ടോ ഈ താഴെ ബാക്കിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് സ്വിച്ച് പിടിപ്പിക്കാം. ഇനി അതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ നമ്മൾ സ്വിച്ച് എടുത്തിട്ട് ആ വന്നിരിക്കുന്ന കേബിളിൽ ഒരു കേബിൾ നമ്മൾ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മെയിൻ കേബിൾ ഒരെണ്ണം വലിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കേബിൾ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യും. ബാക്കി 2 കേബിളും കൂടെ നമ്മൾ അതിനകത്ത് കൂട്ടി പിരിച്ചിട്ട് ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ സ്വിച്ച് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്, അല്ലാതെ വേറെ കണക്ഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ആ സ്വിച്ച് ആ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ 4 സൈഡും ഫ്ലക്സ് ക്യൂക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വിടുക. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ആ സ്വിച്ച് അവിടെ ഇരുന്നുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ആ ബേസ്മെൻറ്റിൽ നമ്മളൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബേസ്മെൻറ്റ് നമ്മൾ മൂടണം. അതിൻ്റെ ബാക്കിൽ 4 സ്ക്രൂ വെച്ച് അതിൻ്റെ ബാക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് മൂടാൻ പോവുകയാണ്. ഇതെല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കമ്പ് കിട്ടി. പിന്നെ ആ ഒരു കുറേ കാലത്തൊരു ആഗ്രഹമാണ് ഇതുപോലൊരു സംഭവം ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മളങ്ങ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആ ഹോൾഡറിലേക്ക് നമ്മുടെ LED ബൾബ് അങ്ങിട്ട് കൊടുക്കാം. ഒരു 3 വാട്ട്സിൻ്റെ LED ബൾബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടേബിൾ ലാമ്പ് ആയത് കാരണം ഒരുപാട് പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. കണ്ടോ, അടിപൊളി നമ്മുടെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഇത്
ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വാട്ട്സ് കൂടിയ ഒരു LED ബൾബ് ഇട്ട് കൊടുക്കാം. അതൊരു 10 വാട്ട്സിൻ്റെ ഒരു LED ബൾബാണ്. അതിട്ട് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ പ്രകാശം. അയ്യോ, അത് ഭയങ്കര പ്രകാശമാണ്, ഓവറാണ്. അപ്പോൾ നമുക്ക് 3 വാട്ട്സ് തന്നെ മതിയാവും. അപ്പോൾ നമ്മൾ നാച്ചുറലായ രീതിയിൽ ചെയ്തെടുത്ത നമ്മുടെ ഒരു ടേബിൾ ലാമ്പിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് ഈ ടേബിളിൽ എന്താ പറയുക, നമ്മുടെ ഷോക്കേസ് വരെ വേണം വെക്കാൻ പറ്റിയ സ്റ്റൈലാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കാരണം ഇതിങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ പോലും നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.